പക്ഷേ അവിടെ ശ്രീ എം ജയചന്ദ്രൻ ഇതാകെ ഒരു പ്രൊപ്പഗൻഡയാണ് എന്ന നിലയിൽ ഒരു ഭാഗത്ത് വസന്ത് സിറിയക്ക് തരൂരിൻ്റെ ലേഖനത്തെ അനുകൂലമാക്കി സംസാരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചാണ് സംസാരിച്ചത്, തരൂര് സംസാരിച്ചതെന്ന് ചോദിക്കുന്ന വി ഡി സതീശൻ ഒരു ഭാഗത്ത്. ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അവർക്ക് വളരെ ദോഷകരമായ എന്തോ കാര്യം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ പറഞ്ഞു എന്ന ബോധ്യത്തോടെ പ്രവർത്തക സമിതി അംഗസ്ഥാൻ ഒഴിയണം എന്ന് ഹസനെ പോലെയുള്ളവർ ഇതേ തരൂരിനോട് പറയുകയാണ്. പക്ഷേ ഇതൊരു പ്രൊപ്പഗൻഡ, ഈ രൂപത്തിൽ കോൺഗ്രസ് അതിൽ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതാകെ ഒരു പ്രൊപ്പഗൻഡയാണ്, ഒരു പ്രചാരണം നടത്തുകയാണ് എന്ന നിലയിൽ പറഞ്ഞ് കോൺഗ്രസ് നേതാക്കളെ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ആ നിലയിൽ ഒരു പ്രചാരണം നടത്താനോ കഴിയുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പരിശ്രമവും സമാന്തരമായി നടക്കുന്നുണ്ടല്ലോ. വസ്തുതകൾ ഇപ്പോൾ ശ്രീ ജേക്കബ് പറഞ്ഞതുപോലെ നമ്മുടെ കൺമുമ്പിൽ വസ്തുതകൾ ഇങ്ങനെയാകുമ്പോഴും ഇത് വെറും പ്രൊപ്പഗൻഡയാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് എത്ര കാലം അങ്ങനെ പോകാനാകും? കോൺഗ്രസ്സിന് ഈ വിഷയത്തിൽ വലിയ അമളി പിണഞ്ഞോ എന്ന് ദേശീയ നേതൃത്വം ഹൈക്കമാൻഡിന് വ്യക്തമായി മനസ്സിലായതുകൊണ്ടാണല്ലോ ഇനി ഈ വിഷയത്തിൽ കടിച്ചു തൂങ്ങണ്ട, പല്ലിൽ കടിച്ച് കല്ല് കളയണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊരു കാര്യം. സ്ഥലത്തെ മറ്റ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഈ ലേഖനം എഴുതിയതിൻ്റെ പേരിലല്ല മന്ത്രി പി രാജീവ് ഞങ്ങൾ ഇവിടെ ചെറുത് ഷോക്കേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അതാദ്യം നമ്മൾ കാണുന്നത് കഴിഞ്ഞ മാസം രാജീവ് ഉദ്യോഗസ്ഥ സംഘവും ദാവോസിൽ ചെന്നപ്പോൾ ചന്ദ്രബാബു നായിഡു പറഞ്ഞ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നിങ്ങൾ എത്രയേറെ മുന്നേറിയിരിക്കുന്നു എന്ന ആ ഒരു പ്രസ്താവനയിലാണ് തുടങ്ങുന്നത്. പിന്നീട് പിന്നെ കാണുന്നത് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടിലാണ് കാണുന്നത്. അവിടെ വരുമ്പോഴേക്ക് കേരളത്തിൽ അതാണ് പ്രധാനപ്പെട്ട ചില വസ്തുതകൾ അവിടെ കാണുന്നുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കേരളത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കമ്പാരിറ്റീവ്ലി ലഭിക്കുന്ന ഉയർന്ന വേതനത്തിൻ്റെ സ്റ്റഡി ഉൾപ്പെടെയാണ് ആ റിപ്പോർട്ട് കാണിക്കുന്നത്. ഇന്ത്യ റേറ്റ്സ് ആൻഡ് റേറ്റിംഗ്സ് എന്ന് പറഞ്ഞ് മറ്റൊരു റിപ്പോർട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സാലറി അനാലിസിസ് ആണ് അവിടെ പറയുന്നത്. സാലറി അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശമ്പള തൊഴിലുകൾ, പിന്നെ ഈ കോൺട്രാക്ട് തൊഴിലുകൾ, ഡെയിലി വേജസുകാർ, പിന്നെ ഗിഗ് ലേബേഴ്സ്, ഇങ്ങനെ ഈ 4 മേഖലകളും ചേർത്താണ് പറയുന്നത്. അതിലൊക്കെയും കേരളം നിൽക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച നിലയിലാണ്. അപ്പോൾ ഈ 4 വിഷയങ്ങളും ചേർത്താണ് ഞങ്ങൾ ഷോക്കേസ് ചെയ്തിരിക്കുന്നു എന്ന് ഗവൺമെൻറ്റിന് വേണ്ടി വ്യവസായ മന്ത്രി നിരന്തരം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. അതിനെക്കുറിച്ചൊന്നും പറയാൻ ഒരു കോൺഗ്രസ് നേതാവിനും ഒന്നുമില്ല. ഇപ്പോൾ ഇത് കുഞ്ഞാലിക്കുട്ടി ഇറക്കി എന്താണ് പറയാൻ ശ്രമിച്ചത്? ഞങ്ങൾ കൊണ്ടുവന്നു. എന്ത് കൊണ്ടുവന്നു? 2003 ജിമ്മ് കൊണ്ടുവന്നു, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. ശരിയാണ്, നമ്മളതിനോട് വിയോജിക്കുന്നില്ല, കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് എമർജിങ് കേരള കൊണ്ടുവന്നു, 2016 ഗവൺമെൻറ് കൊണ്ടുവന്നു, നമ്മളതിനോട് വിയോജിക്കുന്നില്ല. പക്ഷേ അത് കൺസിസ്റ്റൻ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനും എന്തെങ്കിലും എഫക്റ്റീവായിട്ട് കേരളത്തിൽ നടപ്പിലാക്കാനുമായിട്ട് എന്ത് കഴിഞ്ഞു? ഒന്നും കഴിഞ്ഞില്ല. അവിടെയാണ് പ്രധാനപ്പെട്ട തർക്കം വരുന്നത്. 1, 2 ഏറ്റവും വലിയ ഇവരുടെ ആരോപണം എന്താണെന്നറിയാം? വലിയ ആരോപണം എപ്പോഴും ഉന്നയിക്കുന്നതാണ് നിരന്തരം എല്ലാവരും, ഈ വസന്ത് അടക്കം. കേരളത്തിൽ നിന്ന് ആൾക്കാരെല്ലാം വിദേശങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്നതാണ് നിരന്തരമായി കാണുന്നത്. എന്ത് പണിയാണ്, എന്താണ് ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗം? പക്ഷേ ഇന്ത്യയിലെ കണക്കുകൾ പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സ്വന്തം സംസ്ഥാനം വിട്ടുപോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗുജറാത്താണ്, 2 മഹാരാഷ്ട്രയാണ്, 3 തെലുങ്കാനയാണ്. അതൊക്കെ നിലവിലുള്ള ഏത് പഠനങ്ങളും ഇത് കാണുന്നുണ്ട്. അതിലും താഴെയാണ് കേരളത്തിൽ വരുന്നത്. പക്ഷേ വരുമ്പോഴോ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഇവിടുന്ന് ആൾക്കാർ കടന്നു പോകുന്നത്. പിന്നെ ഇവിടെ ഒരു വ്യവസായം പൂട്ടിയാൽ ഉടനെ ഇത് മുഴുവൻ ഗവൺമെൻറ് കുറ്റമാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ ഒരു പുസ്തകമുണ്ട്, എൻ്റെ കയ്യിൽ ആ പുസ്തകമുണ്ട് കേട്ടോ, ബിലോ ദ റഡാർ. സി ബാലഗോപാൽ പഴയ IAS കാരനായിരുന്നു. 77 മുതൽ 83 വരെയാണ് അദ്ദേഹം. കുറേ കാലം മണിപ്പൂരിലും പിന്നെ കേരളത്തിലുമായിരുന്നു റിസൈൻ ചെയ്യുമ്പോൾ. എന്നിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ പ്രശസ്തമായ പെൻബോൾ ഉണ്ടാക്കിയത്. അപ്പോൾ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് കേരളത്തിലെ 50 വ്യവസായങ്ങൾ എങ്ങനെയാണ് എമർജ് ചെയ്ത് വന്നത്, ലീഡേഴ്സ് ആയത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബിലോ ദ റഡാർ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോഴാണ് വേറൊരു വിദ്വാൻ, കോൺഗ്രസിൻ്റെ ഒരു JS അടൂർ, അങ്ങനൊരു ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുണ്ട്, കൈകാര്യം ചെയ്യുന്നൊരു ഹാൻഡിലുണ്ട്.
അയാൾ പറയുകയാണ് ആ വ്യക്തി എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ പറയുന്നുള്ള നമ്മളാണ് അതിശയിച്ചു പോകും ശരത്തെ. ഈ കേരളത്തിലെ 70കളിലും 80കളിലുമാണ് വ്യവസായം ഉണ്ടായത്. പിന്നെ കേരളം സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. മനോരമ അടക്കം മാതൃഭൂമി അടക്കം കുറേ സ്ഥാപനങ്ങളുടെ പേര് സിന്തൈറ്റ് അങ്ങനെ കുറേ സ്ഥാപനങ്ങൾ, മുത്തൂറ്റ്, ഇതൊക്കെയാണ് കേരളത്തിലെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എന്നാണ് ഈ ജെ.എസ്. അടൂർ പറയുന്നത്. അപ്പോഴാണ് ഞാൻ അതിനൂടെ മറുപടിയായിട്ടാണ് ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ സി ബാലഗോപാലിൻ്റെ പുസ്തകം ബിലോ ദ റഡാർ എന്നുള്ള പുസ്തകം ഞാൻ എടുത്തു പറയുന്നത്. 50 വ്യവസായങ്ങൾ കേരളത്തിൽ, അത് കഴിഞ്ഞ മുമ്പത്തെ വർഷം പ്രസിദ്ധീകരിച്ച പുസ്തകമാണത് 23-ൽ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴാണ് ശശി തരൂരിൻ്റെ ഒരു ലേഖനം, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു ലേഖനം വെച്ചുകൊണ്ട് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഈ വസന്ത് അടക്കമുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോഴാണ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, തരൂർ പറഞ്ഞിട്ടുള്ളത്. അത് ഞാനിവിടെ കൂടുതൽ പറയേണ്ട കാര്യമില്ല, സമയം കളയാൻ ആഗ്രഹിക്കുന്നുമില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് എങ്ങനെയാണ് മുന്നേറിയിട്ടുള്ളത് കേരളം സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ മാത്രം, അത് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നീതി ആയോഗ് പറഞ്ഞത് എന്താണ്? നീതി ആയോഗ് ഞാനീ പറഞ്ഞ 4 കാര്യങ്ങളിലും കേരളത്തിന്റെ റാങ്കിങ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നിവൃത്തിയില്ലാഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നീതി ആയോഗ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് കേരളത്തിൽ എങ്ങനെയാണ് അത് ഈ പറയുന്ന 3 വർഷം കൊണ്ട് പി രാജീവ് ഉണ്ടാക്കിയ മാജിക്കാണെന്നും ഒരിക്കലും അവകാശപ്പെടേണ്ട കാര്യമില്ല. അത് 2016 മുതൽ പ്രത്യേകിച്ച് ഇപ്പോൾ കെ ജെ ജേക്കബ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടല്ലോ, 10ഓളം പ്രധാനപ്പെട്ട നയങ്ങൾ, അത് വളരെ പ്രധാനമാണ്. ആ നയങ്ങൾ പൊളിച്ചെഴുതി അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെയാണ് ആൾക്കാർക്ക് കൂടുതൽ അക്സസിബിലിറ്റി കിട്ടുന്നത് ഈ വ്യവസായ രംഗത്ത്. അതുകൊണ്ട് അതിനകത്ത് കാര്യം. പിന്നെ ഈ എമർജിംഗ് കേരളയും മറ്റേ നേരത്തെ നടത്തിയ ജിമ്മും ഒക്കെ അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് തന്നെ ഇതിനെ കാണുന്നതിലാണ് എനിക്കും യോജിപ്പ്. പക്ഷെ അന്ന് പറ്റിയ പരാജയങ്ങൾ പറഞ്ഞു പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന വിജയങ്ങൾ മാത്രം. ഇൻവെസ്റ്റ് കേരളയിലേക്ക് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ പോലെ നമ്മൾ ഇൻവെസ്റ്റ് കേരളയിലേക്ക് പോകുമ്പോൾ അതിന് വളരെ സ്പഷ്ടമായിട്ടുള്ളൊരു അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്തെ 1ാമത്തെ സംസ്ഥാനമായി കോൺഗ്രസ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കേന്ദ്ര മാനദണ്ഡങ്ങൾ പ്രകാരം നമ്മൾ 1ാം സ്ഥാനത്താണ്. അതുപോലെ നമ്മുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ലോകത്തെ തന്നെ ഏറ്റവും മികച്ചതായി നിൽക്കുന്ന അന്തരീക്ഷം ഇതെല്ലാം കേരളത്തിലേക്ക്, അതിനനുസരിച്ച് കേരളത്തിൻ്റെ നിയമനിർമ്മാണത്തിൽ വരുത്തിയിട്ടുള്ള വലിയ മാറ്റങ്ങൾ ശ്രീ കെ ജെ ജേക്കബ് അത് പറഞ്ഞു.